കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങണ്ടേ? എപ്പോഴെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് തടി കൂടിപ്പോയാൽ കാണുന്നവര് ചോദിക്കേ, ഉണ്ടാക്കുന്ന കേക്കൊക്കെ കഴിക്കുന്നുണ്ടല്ലേ, ക്രീമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തോണ്ടി തോണ്ടി തടിയൊക്കെ കൂടുന്നുണ്ടല്ലോ. അതാണ് എനിക്ക് കിട്ടുന്ന കമന്റ്, എങ്ങാനും കുറച്ചൊന്ന് തടിച്ചു പോയാൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് ഞാൻ കഴിക്കൽ വളരെ റെയറാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് വീട്ടിലേക്ക് ഉണ്ടാക്കിയാൽ തന്നെ വരുന്നവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുള്ളൂ. അത് കേക്ക് ഇഷ്ടമില്ലഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. നമ്മളെ കേക്ക് ബാക്കിയുള്ളവർ കഴിച്ച അഭിപ്രായം കേൾക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം. അപ്പം എന്തായാലും ഇപ്പം ഞാൻ കേക്ക് കഴിച്ചത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ഉണ്ടാക്കിയ കേക്കാണ്. അത് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഫ്ലേവർ ഓരോന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എക്സ്ട്രാ കേക്ക് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് എൻ്റെ ഈസി കുക്കിൻ്റെ ടൈമറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു ടൈമർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കിയാൽ നമ്മൾ പിന്നെ ഈ പ്ലസ് ഓർ മൈനസ് നക്കി കൊടുത്താൽ നമുക്ക് സമയം കൂട്ടാൻ പറ്റും കേട്ടോ. 1 മണിക്കൂർ വരെ നമുക്ക് ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൽ. പിന്നെ ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ബോയിലിംഗ് എന്നുള്ള ആ ഒരു ഇതും കൂടിയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചായയൊക്കെ തിളപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നാളേക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്, അത് ബേക്ക് ചെയ്യാണ്. ഈ ഒരു കൊക്കോ പൗഡർ ഇടുന്നത് ഒരു കേക്ക് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് കേട്ടോ. അപ്പം ബാറ്റർ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ കൊക്കോ പൗഡർ ഇട്ട് ചോക്ലേറ്റ് കേക്ക് അങ്ങനെ ബേക്ക് ചെയ്യാണ് ചെയ്യുക. പിന്നെ ബ്രൗണീസിൻ്റെ ഓർഡറും കൂടി ഉണ്ട്, അപ്പോൾ അതും ചെയ്യണം. ഈ കേക്കൊക്കെ പിന്നെ ആഴ്ചക്ക് എന്തായാലും ഒരു 10-12 കേക്ക് എങ്ങനെ ആയാലും ഉണ്ടാക്കും. ബ്രൗണീസ് പക്ഷേ അത് എനിക്ക് തോന്നുന്നു സീസണലാണെന്ന്. അതായത് ഞാനൊരു ബ്രൗണി ഉണ്ടാക്കി സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം ബ്രൗണീസ് ആയിരിക്കും. അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അങ്ങനെയാണ് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കേക്ക് സ്റ്റാറ്റസ് ഇട്ടാൽ പിന്നെ കുറേ എൻക്വയറീസ് ആ കേക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ നാളേക്ക് നമുക്കുള്ളത് കസ്റ്റമൈസ്ഡ് കേക്കാണ്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ഡെക്കറൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രിൻ്റ് എടുക്കുന്നതൊന്ന് കാണിച്ചതാണ്. 3D പ്രിൻ്റാണ് ഇത്. പിന്നെ രാവിലെ നമ്മൾ കേക്ക് ബ്രൗണീസ് ഫൈനൽ ഡെക്കർ ചെയ്യുന്നതാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ കസ്റ്റമൈസ്ഡ് കേക്ക് ഇല്ലേ, ആ കേക്കും കൂടി ഞാനൊന്ന് കാണിക്കാം. ഈ ബ്രൗണീസിൻ്റെ ക്ലാസ്സും ഇപ്പോൾ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ബ്രൗണീസും കൂടി പഠിക്കാം.